എല്ലാവരും ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാനുള്ള സമയമാണ്. അതേ, കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ലഭിച്ച ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോട് എല്ലാവരും കരങ്ങളെ ഉയർത്തി ശബ്ദമുയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഒരു വിഷയത്തിന് ഒരു 100 സ്തോത്രമെങ്കിലും ചെയ്യണം. ഒരു വിഷയത്തിന് കുറഞ്ഞത് 100 സ്തോത്രമെങ്കിലും ചെയ്യണം. ഒരു 1.25 മിനിറ്റ് ആവും. അത്രയും നേരം സ്തോത്രം ചെയ്യണം. നമ്മൾ വെറുതെ 4 സ്തോത്രം പറഞ്ഞ് നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. എന്തിനാ സ്തോത്രം ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ സ്തോത്രം ചെയ്യണം. യെശയ്യാ പ്രവചനം 12-ാം അധ്യായം മുഴുവനും വായിച്ചാൽ സ്തോത്രം ചെയ്യുന്നത് എന്തിന് എന്ന് എഴുതിയിട്ടുണ്ട്. 1-ാം വാക്യം മാത്രം ഇപ്പോൾ വായിക്കാം. യെശയ്യാ 12:1. അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ, സ്തോത്ര പ്രാർത്ഥനയുടെ ദിവസത്തില് യഹോവേ നീ എന്നോട് കോപിച്ച്, യഹോവേ നീ എന്നോട് കോപിച്ചു. നിന്റെ കോപം മാറി. ഇപ്പൊ നിന്റെ കോപം മാറി. നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കുകയാൽ, നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് സ്തോത്രം ചെയ്യും. സ്തോത്രം ചെയ്യുന്ന എന്തിന്? നീ എന്നോട് കോപിച്ചു, അതിന് സ്തോത്രം. ദൈവം ഇടയ്ക്കിടയ്ക്ക് കോപിക്കും. കാരണം അതിന് മുഖാന്തരം ഉണ്ടാക്കിയിട്ട നമ്മുടെ ഭാഗത്തുകൊണ്ട് ചില കുഴപ്പമൊക്കെ. അതുകൊണ്ട് ദൈവം ചിലപ്പോൾ കോപിക്കും. എന്നാൽ ദൈവസന്നിധിയിൽ ഇത്രയും നേരം വല്ലാതെ മുഷിഞ്ഞു. 10 മണിക്ക് തുടങ്ങിയതാ. ഓരോരുത്തരുടെ പരിപാടി കണ്ട് കേട്ട് ആകെ മടുത്തു. അതിനി സ്തോത്രം ചെയ്യണം. എന്തായാലും ഇത്രയും സഹിക്കാനുള്ള കൃപ കിട്ടിയല്ലോ. അതെ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ അതൊക്കെ ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് കേട്ടോ. കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം കോപിക്കാൻ തക്കതായ നിലയിൽ പല കുറവുകൾ, കുറ്റങ്ങൾ അതേ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ ദൈവകോപം പോലെ തോന്നുന്ന ദുഃഖത്തിന്റെ താഴ്വരയിലൂടെ നാം കടന്നു പോകേണ്ടി വന്നു. ഇനി നാളെയും ഒരുപക്ഷെ വേദനയുടെ അവസരങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം, ഏത് സാഹചര്യത്തിലും. എന്നാൽ ദൈവത്തിന്റെ കോപം, അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. ദൈവത്തിന്റെ പ്രസാദം അതാ ഇവിടെ എഴുതിയത്. യഹോവേ നീ എന്നോട് കോപിച്ചു, ഞെരുക്കത്തിന്റെ വഴിയിലൂടെയൊക്കെ എന്നെ നടത്തി, എന്നാൽ ഇപ്പോൾ നിന്റെ കോപം മാറി. ബാക്കി എന്താ? നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. അങ്ങനെയുള്ളവരെല്ലാം, എന്റെ ദൈവം എന്നോട് കോപിച്ച നാളുകളുണ്ട്, അഥവാ ദുഃഖം അനുഭവിച്ച സമയമുണ്ട്. എന്റെ ദൈവത്തിന്റെ കോപം മാറി, എന്റെ കർത്താവ് എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ആശ്വാസം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുമെന്ന് പറയുന്ന ദൈവമക്കൾ എല്ലാവരും മുഴുവനത്തോടെ, ശക്തമായി, ശക്തിയോടെ എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, 20 പെട്ടെന്ന് വായിക്കണം. തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. They rejoiced and praised God. ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. അതെ, ഇനി മടങ്ങിപ്പോകാനുള്ള സമയമാ. ഇതൊന്ന് നിർത്തിയാ പോകാമായിരുന്നു എന്നുള്ള കണക്കിലിരിക്കുക ഇപ്പോ. പക്ഷേ കണ്ടതും കേട്ടതും ഒക്കെ ഓർത്തിട്ട് വേണം, സന്തോഷിച്ചിട്ട് സ്തോത്രം ചെയ്തിട്ട് വേണം പോകാൻ. മടങ്ങിപ്പോയി, ശരിയാണ്. പക്ഷെ മടങ്ങിപ്പോകുന്നതിന് മുമ്പേ ചില കാര്യം സംഭവിച്ചു. എന്ത്? തങ്ങളോട് അറിയിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ കൂർക്കം വലിച്ചുറങ്ങുമായിരുന്നു. ഉറങ്ങുന്നതിനിടയ്ക്ക് വിളിച്ചുണർത്തി ചിലതൊക്കെ പറഞ്ഞ്
അല്ലേ? ഇന്ന് രാത്രിയിൽ ഇപ്പം വല്ലാതെ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ വിളിച്ചുണർത്തിയിട്ട് ഞെട്ടി ഉണർന്ന് ചിലതൊക്കെ കേട്ടു, ചിലത് കേട്ടുമില്ല. ചിലത് കേട്ടു. ഇടയന്മാര് പകലെല്ലാം ക്ഷീണത്തോടെ ആട് മേയിച്ചിട്ട് കിടന്നുറങ്ങിയതാ. ഉറക്കത്തിനിടയ്ക്ക് ദൂതന്മാർ വന്നു, ഗബ്രിയേൽ മാലാഖയും ബാക്കി അതോടുകൂടെ ചേർന്ന കൂട്ടരും കൂടെ വന്ന് നിന്നിട്ട് ഒരു ദൂതൻ ആദ്യം വർത്തമാനം പറയാൻ തുടങ്ങി. ആദ്യത്തെ ദൂതൻ പറഞ്ഞു, അതെ, എന്തു പറഞ്ഞു? ഭയപ്പെടേണ്ട. ആദ്യത്തെ വാക്ക് ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇമ്മാനുവേല് ആകുന്ന പണിയൊക്കെ നോക്കി. ഇപ്പൊ അടുത്ത് ഞാനും നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ശരിക്കൊന്നും അനക്കം വെക്കുന്നില്ല. ശരി, ജീവനുള്ളതെല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ. ജീവനുള്ള പുള്ളികളൊക്കെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇനി ശബ്ദം ഉണ്ടാക്കിയാൽ കുഴപ്പമില്ല. ഇതിന് മുമ്പിലത്തെ ശബ്ദം അല്പം കുറച്ചെങ്കിൽ കൊള്ളായിരുന്നു. കാരണം അയലോക്കാര് പ്രശ്നം ഉണ്ടാക്കി. ഇനിയും ശബ്ദം ഉണ്ടാക്കിയാൽ ഒരു കുഴപ്പമില്ല. കാരണം 4 മണി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എഴുന്നേറ്റ് പൊതികെട്ടുന്ന നേരമാണ് ജോലിക്ക് പോകാൻ. സ്തോത്രം. നമുക്ക് അന്നേരം ശബ്ദം ഉയർത്തി സ്തുതിക്കാം. അതുകൊണ്ട് ഇതുവരെയും ചിലരൊക്കെ അത് കരുതിയായിരിക്കും ശബ്ദം കുറച്ചത്. ഇനി കൂട്ടിക്കൊള്ളണം. ഇതുവരെ ചിലരൊക്കെ ശക്തി ഇച്ചിരി കുറച്ചിട്ടേക്കായിരുന്നു. ഇനി കൂട്ടിക്കോണം. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാം. സോദര 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 സോദര. മാലാഖമാർ വന്നു. അതെ, ആട്ടിടയന്മാരുടെ ചുറ്റും കൂടി നിന്നു. അവിടെ ഒരു വലിയ വെളിച്ചം മിന്നി. ആ ഇരുട്ട് മാറി പ്രകാശമായി. രാത്രിയുടെ നടുവിൽ ഇതാ വലിയൊരു പ്രകാശം. അവര് കേട്ടു, ഇതാ ഒരു മഹാസന്തോഷം, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ഈ സ്തോത്ര പ്രാർത്ഥന നമുക്കിങ്ങനെ ലഭിച്ചത് കൊണ്ട് സർവജനത്തിനും മഹാസന്തോഷമായത് പരിണമിക്കണം. ഇന്നിവിടെ വന്നവരെല്ലാം ദൈവത്തിന്റെ മഹത്വം കണ്ടുകൊണ്ട് വേണം ഇവിടുന്ന് പോകാൻ. അല്ല, ഭവനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കാണണം. തുടർന്നുള്ള ജീവിത നാളുകളിൽ ദൈവ മഹത്വം കാണണം. ആ ആട്ടിടയന്മാര് പറഞ്ഞു, എന്തായാലും മാലാഖമാര് വന്ന് ഈ വലിയ വെളിച്ചത്തിൽ ഒരു അത്ഭുത കാഴ്ചയായി മാറി. ഈ മാലാഖമാരുടെ ശബ്ദം നമ്മൾ കേട്ടതല്ലേ, എന്തായാലും പോയി നോക്കാം. ബേത്ലഹേമിലേക്ക് ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ ഒരു ശിശുവിനെ കാണും. ശീലകൾ, കീറത്തൂണി ചുറ്റിയ ഒരു ശിശു. സാധാരണ ശിശുവിനെയൊന്നും അങ്ങനെയല്ല കാണുന്നത്. അടയാളം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞു കൊടുത്തു. കീറത്തുണി ചുറ്റിയ ഒരു ശിശുവിനെ ആയിരിക്കും ചെല്ലുമ്പം കാണുന്നത്. ചെന്ന് നോക്കിയപ്പോൾ അതുപോലെ ഒരു കീറത്തുണി ചുറ്റി ഒരു ശിശുവിനെ കിടത്തിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ പാട്ടൊക്കെ ഉണ്ട് അങ്ങനെ, കിട്ടുമോ അതൊന്നും പാടാൻ നേരെ ഇപ്പം. ദൈവത്തിന് സ്തോത്രം. ക്ലോത്തിങ് സ്വാറ്റ്ലിംഗ് റാഗ്സ് എന്നൊക്കെ ഇംഗ്ലീഷ് പാട്ടുണ്ട്. സ്വാറ്റ്ലിംഗ് റാഗ്സിലൊക്കെ പൊതിഞ്ഞു കിടത്തിയ ശിശുവിനെയൊക്കെ നമ്മൾ പാടി ഒക്കെ സ്തുതിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ശിശുവിനെ കാണുമെന്ന് പറഞ്ഞു വിട്ടു. കാണാനായിട്ട് ചെന്നു. അവർ ചെന്നപ്പോൾ ഈ ദൂതന്മാര് പറഞ്ഞതും അവർ ബേത്ലഹേമിൽ പുൽത്തൊട്ടിയിൽ കണ്ടതും ഒക്കെ കൂടെ ഓർത്തിട്ട് ദൈവത്തെ സ്തുതിക്കാതെ വാനൊക്കുമോ? ആ ദൈവത്തെ, ക്രിസ്തുവിനെ കുറിച്ച്, ദൈവത്തിന്റെ പുത്രനെ കുറിച്ച്, ലോകരക്ഷിതാവിനെ കുറിച്ച് കേട്ടതും കണ്ടതുമായ അനുഭവങ്ങൾ, അതേ നമ്മളും കർത്താവിനെ കുറിച്ച് കേട്ടു, കർത്താവിനെ കണ്ടു, ദൈവസന്നിധി വന്ന് ആ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ, കർത്താവ് നമ്മോട് കാണിച്ചതായ മഹാസ്നേഹത്തെ കേട്ട് കണ്ട് ദൈവത്തെ സ്തുതിച്ച ഒരു അനുഭവമല്ലേ നമുക്ക് ലഭിച്ചത്. അതിനായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് സ്തോത്രം ചെയ്യാം. സോദര 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 സോദര. പ്രശ്ന പരിഹാരത്തിന് സ്തോത്രം ചെയ്യാനല്ലേ വന്നത്? ഇതൊക്കെ പറഞ്ഞ സമയം കളയുകയാണോ എന്ന് ചിലർ ഓർത്തേക്കാം. അല്ല, അത് പുറകെ വരുന്നുണ്ട്. പ്രശ്നത്തിന്റെ പരിഹാരത്തിന്റെ കാര്യം ഇനി തൊട്ട് പുറകെ വരുന്നുണ്ട്. അതിന് മുമ്പേ ചിലതൊക്കെ ഒന്ന് ഓർപ്പിക്കുക കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ വായിച്ച വാക്യത്തിന് തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ലൂക്കോസ് 2:19 എഴുതിയിരിക്കുന്നു, ഈ വാർത്തകളൊക്കെയും ഈ കാര്യങ്ങളൊക്കെയും മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാത്രി ഇവിടെ കേട്ടത് മുഴുവനും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഇന്നു മുതൽ അങ്ങോട്ട് ധ്യാനിച്ച് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കണം. മറിയ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. യേശുവിനെ കുറിച്ചുള്ളതെല്ലാം മറിയ തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എനിക്ക് ദൈവം
നൽകിയിരിക്കുന്ന ഈ ശിശു ഒരു അത്ഭുത ശിശുവാണ്. എന്നിൽ ജനിച്ചിരിക്കുന്നത് ഒരത്ഭുത ശിശുവാണെന്ന് ഓർത്ത് അത് ഹൃദയത്തിൽ അവൾ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. ഇന്നു മുതൽ നാമും എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞു. ദൈവിക ആലോചന നാം കേട്ടു. ക്രിസ്തു നമ്മിൽ ജനിച്ചു. അത് നാം ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. കൃപ തരുന്നതിനായി സ്തോത്രം ചെയ്യാം. സോദരാ 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 135 സങ്കീർത്തനം 3-ാം വാക്യം വായിക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നത് എന്തിനാണ്? ഒന്ന് വായിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവ നല്ലവനല്ലോ. യഹോവ നല്ലവനല്ലോ. മുമ്പേ പല ദൈവദാസന്മാരും പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടു. കർത്താവ് നടത്തിയ വഴികളൊക്കെ ചിലർ പറഞ്ഞു. ദൈവം നല്ലവൻ. ഞെരുക്കത്തിലൂടെ, കഷ്ടതയിലൂടെ, താഴ്ചയിലൂടെ ഒക്കെ നടത്തി മാനിച്ച് ഇന്ന് ശ്രേഷ്ഠമായ സ്ഥാനത്ത് കൊണ്ടുവന്നു. ദൈവം നല്ലവനെന്ന് രുചിച്ചറിഞ്ഞു. ദൈവം നല്ലവനല്ലോ, അതുകൊണ്ട് സ്തുതിപ്പീൻ. പിന്നെ അവന്റെ നാമത്തിന് കീർത്തനം ചെയ്യുവീൻ. അവന്റെ നാമത്തിന് കീർത്തനം ചെയ്യുവീൻ. അത് മനോഹരമല്ലോ. അത് മനോഹരമായ ഒരു അനുഭവമാണ് ദൈവത്തിന്റെ നാമത്തെ കീർത്തിക്കുന്നത്. നാമകീർത്തനം. നമ്മൾ കർത്താവിന്റെ നാമത്തെ കീർത്തിച്ചാൽ അതാണ് മനോഹരം. കാരണം അവന്റെ നാമം പരിശുദ്ധമാണ്. അവന്റെ നാമം പരിശുദ്ധമാണ്. കർത്താവിന്റെ നാമം സ്നേഹമാണ്. സ്നേഹത്തിലും വിശുദ്ധിയിലും അതേ സംക്ഷിപ്തമായ ശ്രേഷ്ഠ നാമം ദൈവത്തിന്റെ നാമം യേശു എന്ന നാമമാണ്. ആ നാമത്തിന് നമ്മൾ മഹത്വം കൊടുക്കുമ്പോൾ, അതിനെ നാം സ്തുതിക്കുമ്പോൾ അത് മനോഹരമാണ്. ആ ദൈവത്തിന്റെ മനോഹര നാമത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതിനാൽ നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം. സോദരാ 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 സോദരാ. 8-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നിങ്ങൾ സ്തുതിക്കാതെ സ്തോത്രം ചെയ്യാതെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നാൽ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. വായിൽ നിന്ന് ബലം. എന്താ ഇതിന്റെ അർത്ഥം? വായിൽ നിന്ന് ബലം നിയമിച്ചെന്ന് എന്താ ഇതിന്റെ അർത്ഥം? ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചു. എന്തിന്? അതെ, കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ ആർത്തു വിളിച്ച ഒരു കൂട്ടം ജനങ്ങൾ ആർത്തു വിളിച്ചു. എല്ലാവരും, പണ്ട് കാലത്തൊരു പാട്ടുണ്ടായിരുന്നു, ഇപ്പൊ പാടുമെന്നറിയില്ല. അത്യുന്നതങ്ങളിൽ ഹോശന്ന, ആമോദമായി സ്തുതിക്കാം, ഹല്ലേലൂയാ മഹത്വം അത്ഭുതനേശുവിന്. പണ്ട് ക്രിസ്മസ് പാട്ടൊക്കെ ഞങ്ങൾ കേട്ടുമായിരുന്നു, അന്ന് പാടുമായിരുന്നു. അതിപ്പിന് ഇവിടെ ഉള്ളവർ കേട്ടിട്ട് പോലും ഇല്ലെന്നാ തോന്നുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹോശന്ന പാടി എല്ലാവരും ദൈവത്തെ ആർത്തു. അപ്പോൾ പരീശന്മാരപ്പുറത്ത് മാറി നിന്ന് പിറുപിറുത്തു. എന്തിനാ ഇത്രയും നേരമൊക്കെ ഇങ്ങനെ സ്തോത്രം ചെയ്യിക്കുന്നത്? ഇതൊക്കെ ഒരു വേസ്റ്റ്. പിന്നെ നമ്മൾ വന്നില്ലെങ്കിൽ തല എണ്ണുമ്പോൾ നമ്മുടെ തല കണ്ടില്ലെങ്കിൽ വിഷമമാണ്. ഇങ്ങനെ പരീശന്മാരുണ്ട്, ഇതിനിടയ്ക്കും കാണും ചിലപ്പം. അവസാനം അങ്ങനെ പറഞ്ഞിട്ട് പോകാനല്ല കേട്ടോ. അതുകൊണ്ട് എന്തിനാ സ്തോത്രം ചെയ്യുന്നറിയാമോ? അടുത്ത വാചകം ചേർത്തെഴുതിയിരിക്കുന്നു, ശത്രുവിനെയും പകയനെയും നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. ഈ സ്തുതിയുടെ ഘോഷമാണ് ആ ബലം. അതെ, ആ ജയത്തിന്റെ ഘോഷമാണ് ഈ ബലം. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമുണ്ട്. ആ ഘോഷമാണ് അധരങ്ങളിൽ നിയമിച്ച ബലം. ആ ബലം നമുക്ക് തന്നല്ലോ. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ശത്രു, നമ്മെ പകയ്ക്കുന്നവരെല്ലാം മിണ്ടാതെയാകും. അവരുടെ വായ് ദൈവം അടയ്ക്കും. നാം ദൈവത്തിന് വേണ്ടി വായ് തുറക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ശത്രുവിന്റെ വായ് അടയ്ക്കും. വിശ്വസിക്കുന്ന എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാം. സോദരാ 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 സോദരാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
വിരോധമായി പ്രവർത്തിക്കുന്ന അനേക ശത്രുക്കളുണ്ട്. നമ്മെ പകച്ച് സംസാരിക്കുന്നവരുണ്ട്. നമ്മെ എങ്ങനെയെങ്കിലും താഴ്ത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെ മിണ്ടാതാക്കുവാൻ നാം ദൈവത്തെ സ്തുതിച്ചാൽ മതി. അതിന് ആലോചിക്കണം. ആലോചനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്നലെ ഞാൻ എവിടെയോ പറയുകയും ചെയ്യും. പത്രം വായിച്ചപ്പോൾ സുന്ദരിപ്പട്ടം കൊടുക്കാൻ പരീക്ഷ ഇട്ടപ്പോൾ ഒരു ചോദ്യം, ചിലരൊക്കെ വായിച്ചു കാണും. സുന്ദരിപ്പട്ടം എന്നാ ഒത്തിരി പേർക്ക് മത്സരം നടത്തി കൊല്ലത്ത് ഹോട്ടൽ ദ റാബിസ് ഏതോ ഒരു ഹോട്ടലിൽ വെച്ച് മത്സരം നടത്തി സുന്ദരിപ്പട്ടം, ഏറ്റവും സുന്ദരിക്ക് സമ്മാനം കൊടുക്കാൻ, ഒന്നാം മിസ് കേരള ആയിട്ട് തിരഞ്ഞെടുക്കാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ പോലും ചിന്തിച്ച് കാണത്തില്ല, വിശ്വാസികളാണെങ്കിലും. നമ്മളൊക്കെ പ്രസംഗിക്കുന്ന വിഷയമാണ്. അതിനിടയ്ക്ക് ഒരു ചോദ്യമാണ് ചോദിച്ചത്. എന്നാ ചോദിച്ചതറിയാമോ? പുരുഷനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് സ്ത്രീയെ സൃഷ്ടിക്കുന്നതിനിടയ്ക്ക് ദൈവം എന്ത് ചിന്തിച്ചു കാണും? വല്ലവരും കേട്ടോ? ഉറങ്ങിക്കൊണ്ടിരുന്ന ഇതൊന്നും കേൾക്കാൻ പറ്റത്തില്ല. ഒന്ന് തലയൊക്കെ ഉയർത്ത്. പുരുഷനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് സ്ത്രീയെ സൃഷ്ടിക്കുന്നതിനിടയ്ക്ക് ദൈവം എന്ത് ചിന്തിച്ചു കാണുമെന്ന് ഇനി പോകുമ്പോൾ ചിന്തിച്ചു. സ്തോത്രം. ഇതുപോലെ ദൈവം എന്തൊക്കെ ചിന്തിച്ചു കാണുന്നു ലോകമനുഷ്യൻ പോലും ആരാഞ്ഞുകൊണ്ടിരിക്കുക. ലോകമനുഷ്യന്റെ ചിന്തയെ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുവാൻ, ദൈവം എന്ത് ചിന്തിക്കുമെന്നും ദൈവത്തിന്റെ ചിന്ത എന്താണെന്നും നമുക്കറിയാം പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മൾ എന്തെല്ലാം ആത്മീകമായി ചിന്തിച്ചാലും നമുക്ക് വിരോധമായി ചിന്തിക്കുന്ന ശത്രുക്കളും പകയന്മാരുമുണ്ട്. നമ്മെ എങ്ങനെയെങ്കിലും താഴ്ത്താൻ ശ്രമിക്കുന്ന ശത്രുവുണ്ട്. ആ ശത്രുവിനെ മിണ്ടാതാക്കണമെങ്കിൽ, അതേ ശത്രുവായ സാത്താനെ അവനെ മിണ്ടാതാക്കണമെങ്കിൽ യോബിന്റെ അടുക്കൽ ചെന്നപ്പോൾ ചെന്നിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നപ്പോൾ ദൈവം ചോദിച്ചു, എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ ദൃഷ്ടി വെച്ചുവോ? എന്റെ ദാസൻ, ദൈവം പറഞ്ഞു എന്റെ ദാസൻ, നീ അവനെ കുറിച്ച് മിണ്ടണ്ട. പത്രോസിനെ കുറിച്ച് ചോദിച്ചു. നമ്മളെ കുറിച്ചും പിശാചി ചെന്ന് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ചോദിക്കും. പത്രോസിനെ കുറിച്ച് പലപ്പോഴും അവൻ കാണിച്ച കുഴപ്പമൊക്കെ എടുത്തു കാണിച്ചിട്ട് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ശിമോനെ ശിമോനെ, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് പലവട്ടം എന്നോട് അനുവാദം ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി മധ്യസ്ഥനായി നിന്നു. നിനക്ക് വേണ്ടി ഞാൻ ഇടയിൽ നിന്നു. വീണ്ടുമുണ്ട് അതുപോലെയുള്ള അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അതേ, സാത്താൻ ചെന്ന് ചോദിച്ചു നമുക്ക് വേണ്ടി, അതേ നമ്മെ നശിപ്പിക്കുവാൻ പിശാച അനുവാദത്തിന് വേണ്ടി പോകുമ്പോൾ ആ ശത്രുവിനെ, ആ പകയനെ മിണ്ടാതാക്കുവാൻ നമ്മുടെ കർത്താവിനെ നാം സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, യോശുവ മുഷിഞ്ഞ വസ്ത്രം, മഹാപുരോഹിതനാണെങ്കിലും ജീവിത വസ്ത്രത്തിൽ അല്പം അഴുക്ക് പറ്റിക്കഴിഞ്ഞപ്പോൾ സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ വലത്തുഭാഗത്ത് വന്ന് നിൽക്കുകയാണ്. എന്നാൽ യഹോവ സാത്താനെ ശാസിച്ചിട്ട് അവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുവീനെന്ന് അവനെ വിടുവിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് സക്കറിയ 3-ാം അധ്യായത്തിൽ കാണുന്നത്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, ക്രിസ്തു യേശു എന്ന ഒരു നല്ല കർത്താവ്, ഒരു നല്ല മധ്യസ്ഥൻ, ഒരു നല്ല കാര്യസ്ഥൻ, നല്ലൊരു വക്കീല് പിതാവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. എബ്രായർ 7:25 വായിക്കുന്നു, തന്നോട് അടുക്കുന്നവർക്ക് വേണ്ടി അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ ഒരുവൻ സദാ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ അതേ പിതാവിന്റെ മുൻപിലുണ്ട്. ആ ദൈവത്തിനായി നമുക്ക് ചേർന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. സോദര 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 63-ാം സങ്കീർത്തനം 3-4 വാക്യം വായിക്കുമ്പോൾ എന്തുകൊണ്ട് സ്തുതിക്കുന്നു എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിക്കാം. 63-ാം സങ്കീർത്തനം. വിശ്വാസികളൊക്കെ ബൈബിളൊന്നും എടുത്ത് നോക്കിയാൽ തെറ്റില്ല. സ്തോത്രം ചെയ്യാൻ നേരം മൂടിയേക്കണമെന്ന് മാത്രം. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും.
എന്റെ അധരങ്ങൾ അതുകൊണ്ട് നിന്നെ സ്തുതിക്കും. എന്റെ ജീവകാലമൊക്കെയും ജീവനുള്ള ദിവസമെല്ലാം ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും. അങ്ങനെ തന്നെ നിന്നെ വാഴ്ത്തിക്കൊണ്ടിരിക്കും. നിന്റെ നാമത്തിൽ ഞാൻ മതി. നിന്റെ ദയ ജീവനേക്കാൾ നല്ലത്. ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മൾ ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദയ, ആ ദൈവം നമ്മോട് ദയ കാണിച്ചത് കൊണ്ടാണ് ഇന്ന് ജീവനോടിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ. അങ്ങ് കുന്നൂരില് ഒരു പാസ്റ്റർ കൺവെൻഷൻ നടത്താൻ പോയി. കുന്നൂര് ഒരു തേയിലത്തോട്ടത്തിലാണ് കൺവെൻഷൻ. സ്റ്റേജിൽ ഒരൊറ്റ ലൈറ്റേ ഉള്ളു ആകെ. കൺവെൻഷന് എല്ലാം മൂത്ത് വന്നപ്പോൾ ജനങ്ങളെല്ലാം ഇങ്ങനെ ശ്വാസം പിടിച്ച് പാസ്റ്ററുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. ശ്രദ്ധിച്ച് കേൾക്കണം. തൂണേച്ചാരിന്ന് ഉറങ്ങുന്നവർ ശ്രദ്ധിച്ചോണം. പാസ്റ്റർ നോക്കിയപ്പോൾ ജനങ്ങളുടെ മേലൊന്നും ലൈറ്റില്ല. അപ്പോൾ ഇദ്ദേഹത്തിനൊരു സംശയം, അല്ല ഇത്രയും സൈലൻസ് തന്നെ, ഇവരെല്ലാം മിണ്ടാതിരിക്കുന്നല്ലോ, ഉറങ്ങിപ്പോയതാണോ എന്നൊരു സംശയം. ഒരു പരീക്ഷണം നടത്തിയേക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം ഉടനെ പറഞ്ഞു, സ്വർഗത്തിൽ പോകാനുള്ളവരെല്ലാം ഒന്ന് എഴുന്നേക്കാം. ആരെങ്കിലും എഴുന്നേക്കുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ചിലപ്പം ഇവിടെയും എല്ലാ വിശ്വാസികളും എഴുന്നേറ്റു. അല്പനേരം കഴിഞ്ഞ് നോക്കിയപ്പം 1-2 പാസ്റ്റർമാരടുത്തിരുന്ന് ഉറങ്ങുന്നു. എന്നാൽ ഈ പാസ്റ്റർക്ക് ഇട്ട് കൊടുക്കാം ഒരു പരീക്ഷണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നരകത്തിൽ പോകുവാൻ എന്ന് പറഞ്ഞ് നിർത്തിയേച്ച്, താല്പര്യമുള്ളവരെല്ലാം എഴുന്നേക്കാം. നരകത്തിൽ പോകുവാൻ എന്നുള്ളത് വരെ പതുക്കെ പറഞ്ഞിട്ട് താല്പര്യമുള്ളവർ എഴുന്നേക്കാന്ന് ഉറക്കെ പറഞ്ഞപ്പോൾ പാസ്റ്റർ ഞെട്ടി. എഴുന്നേക്കാന്ന് പറഞ്ഞ് കേട്ടോണ്ട് ചാടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. അടുത്ത് നിൽക്കുക. എന്നാ പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ പിന്നെ സൗകര്യത്തിനൊത്ത് സംസാരിക്കാൻ അറിയാം. അപ്പോൾ വിശ്വാസികളെല്ലാം ചിരിക്കാൻ തുടങ്ങി. പാസ്റ്റർ എഴുന്നേറ്റല്ലോ, നരകത്തിപ്പാളുള്ളവർ എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പാസ്റ്റർ ചോദിച്ചു, എന്നാ പാസ്റ്ററെ, നരകത്തിൽ പോറവങ്ക താനേ എഴുമ്പച്ചൊന്നേ, നരകത്തിൽ പോറവങ്ക താനേ എഴുമ്പച്ചൊന്നേ. ஆமா ஐயா, அது நல்லா தெரியும். நீங்க மாத்திரம் நிக்கிறீங்களே, அதனால தான் நாங்களும் எழுந்து நின்றோம். നരകത്തിൽ നീங்க മാത്രം നിൽக்கிறீங்களே, அதனால தான் நாங்களும் எழுந்து நின்றோம். അങ്ങനെ ഉടനെ അഡ്ജസ്റ്റ് ചെയ്തു. എന്താ ഉറങ്ങിയാലും ചിലപ്പോൾ അബദ്ധം പറ്റുമോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ സ്തോത്രം ചെയ്യുമ്പോൾ ഒന്ന് ഉണർന്ന് കണ്ണുകളെയൊക്കെ തുറന്ന് വീണ്ടും ഒരു സ്തോത്രം ചെയ്യാം. സോദര 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 സോദര. വലിയ പ്രതീക്ഷയോടെ വലിയ ആഗ്രഹത്തോടെയാണ് ഇന്ന് സ്തോത്രം ചെയ്യാനായിട്ട് ഇവിടെ എല്ലാവരും വന്നത്. പ്രാർത്ഥനയുടെ ആരംഭം മുതൽ സ്തോത്രവും ഹല്ലേലൂയായും പാട്ടും ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിയുമായിട്ട് നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു. ഇന്ന് വന്ന അനേകർ തങ്ങളുടെ ജീവിതത്തിന്റെ വലിയ ഭാര ചുമടുമായിട്ടാണ് വന്നത്. ഇന്ന് വന്നവരുടെ ഭാരങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച ഭാരങ്ങളെല്ലാം കർത്താവ് മാറ്റി വിശ്രമം നൽകിയിരിക്കുന്നതിനാൽ നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. സോദര 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 സോദര. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു മഹാസംഭവം നടന്നു. വലിയ ശത്രു സൈന്യം ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ ചുറ്റി വരികയാണ്. സെയീർ നിവാസികളുണ്ട്, അമ്മോന്യരുണ്ട്, മോവാബ്യരുണ്ട്. വലിയൊരു സൈന്യം തന്നെ അവരെ ചുറ്റി നിൽക്കുകയാണ്. ആ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരും ഭയന്ന് വിറയ്ക്കുകയാണ്. എന്നാൽ രാജാവ് ഒരൊറ്റ കാര്യം ചെയ്തു. എല്ലാ സംഗീതക്കാരെയെല്ലാം മുൻപിലോട്ട് നിരത്തി നിർത്തി. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എല്ലാവരും ചേർന്ന് പാടാൻ പറഞ്ഞു. വായിക്കാം 21-ാം വാക്യം. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച്, ജനത്തോട് ആലോചിച്ചിട്ട്, ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ചെയ്യത്തില്ല. വിശുദ്ധ അലങ്കാരം ധരിച്ച്, വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട്, സൈന്യത്തിന്റെ മുൻപിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും
വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പീൻ, അവന്റെ ദയ എന്നേക്കും ഉള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സേയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റു. പാടി സ്തുതിച്ചതേ ഉള്ളൂ, യുദ്ധമൊന്നും ചെയ്തില്ല. അവർ ഒരായുധവും കയ്യിലെടുത്തില്ല. അവരെടുത്തു കാണും. എടുത്തു കാണും എന്നാ? ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികൾ, യുവാക്കന്മാരും, ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികൾ, യുവാക്കന്മാരും, തപ്പുകൾ, കിന്നരം, കൈത്താളമേളത്താൽ, തപ്പുകൾ, കിന്നരം, കൈത്താളമേളത്താൽ വാഴ്ത്തിയിടട്ടെ. കൈത്താളം, അങ്ങനെ എല്ലാവരും ചേർന്നങ്ങോട്ട് പാടി ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ യഹൂദയ്ക്ക് വിരോധമായി പുറപ്പെട്ടു വന്ന അമ്മോന്യർ, മോവാബിയർ, സേയീർ പർവ്വതക്കാർ, എല്ലാ ശത്രുക്കൾ. ദൈവജനമേ, നമുക്കും ഇതുപോലെ ശത്രുക്കൾ ഉണ്ട്. നാം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നാൽ ഈ ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ നാം ഇറങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി ദൈവം ഒരു സൈന്യത്തെ തന്നെ അയക്കും. വിശ്വസിക്കുന്ന എല്ലാവരും ഇപ്പോൾ ദൈവത്തെ സ്തുതിക്കേണ്ട സമയമാണ്. അതെ, നമുക്ക് വിരോധമായി ഏത് വിധത്തിൽ ശത്രു വന്നാലും അവർക്ക് വിരോധമായി പതിയിരിപ്പുകാരെ അയച്ച് അവരെ സംഹരിച്ചു കളയുന്ന, നമുക്ക് വിരോധമായി വരുന്ന ശത്രുവിന്റെ എല്ലാ ശക്തികളെ നശിപ്പിക്കുന്നതായ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി ഇതാ നാം കാണുവാൻ പോകുന്നു. അതിനാണ് നാം ഈ രാത്രി മുഴുവനും ഉറക്കിളച്ച് ദൈവം മുൻപിൽ ഇരുന്ന് അതേ മുഴങ്കാൽ മടക്കി ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നത്. നമുക്ക് വിരോധമായി ഉയർന്നു വരുന്ന ശത്രുവിന്റെ സകല ശക്തികളെ കർത്താവ് തകർക്കുന്നതിനായി നാം എല്ലാവരും ചേർന്ന് ശക്തിയോടെ സ്തോത്രം ചെയ്യാം. പകുതി സ്തോത്രം ചെയ്താൽ പതിയിരിപ്പുകാർ അവരെ വെട്ടിയേച്ച് ഇങ്ങോട്ട് വരും. എന്നാൽ മുഴുവൻ സ്തോത്രവും ചെയ്താൽ പിന്നെ അത് കഴിയുമ്പോൾ പതിയിരിപ്പുകാർ അന്യോന്യം വെട്ടും. ബാക്കിയും കൂടെ വായിച്ച് നിർത്തിയാര്. അമ്മോന്യരും മോവാബ്യരും സേയീർ പർവ്വത നിവാസികളോട് എതിർത്ത് അവരെ നിർമൂലമാക്കി നശിപ്പിച്ചു. സേയീർ നിവാസികളെ സംഹരിച്ച ശേഷം അവർ അന്യോന്യം വെട്ടി. പതിയിരിപ്പുകാർ ഇസ്രായേലിന്റെ അടുത്തേക്ക്, യഹൂദ മക്കളുടെ അടുക്കിലേക്ക് വന്നില്ല. ദൈവജനത്തിന് വിരോധമായിട്ട് ശത്രു എഴുന്നേറ്റ് വന്നാൽ, ദൈവ പൈതലെ, നിനക്ക് വിരോധമായിട്ട് ആരെല്ലാം എഴുന്നേറ്റാലും എന്തെല്ലാം പ്രതിസന്ധി, ഒരുപക്ഷെ രോഗമായിരിക്കാം, ഒരുപക്ഷെ മറ്റേതെങ്കിലും ബലഹീനമായിരിക്കാം, നിനക്ക് നിന്ദയും അപമാനവുമായിരിക്കാം, മറ്റുള്ളവരുടെ കാഴ്ചയിൽ നീ ഒന്നുമില്ലാത്ത വ്യക്തിയെന്ന് എല്ലാവരും അവഗണിച്ച് നിന്നെ ഏകാന്തതയിൽ ഒരു തനിയെ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നിന്നെ അവഗണിച്ച് തള്ളിയേക്കാം. എന്നാൽ അതിലൊന്നും നീ ഭാരപ്പെടേണ്ട. ആരെല്ലാം നിനക്ക് വിരോധമായി എഴുന്നേറ്റാലും അതിനെയെല്ലാം തകർത്തിട്ട് മാനിക്കുന്ന ഒരു ദൈവം നിന്നോടുകൂടെ ഉണ്ട്. അതുമാത്രമല്ല, ആ യുദ്ധത്തിനായി ശത്രു സൈന്യത്തെ പതിയിരിപ്പുകാരെ വരുത്തി. എന്നാൽ അവരും ആക്രമിക്കാൻ തിരിഞ്ഞില്ല. അവർ അന്യോന്യം വെട്ടി, അവരും നശിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിരോധമായി ഗൂഢാലോചന നടത്തുന്ന ശക്തിയെ പോലും, നമുക്ക് വിരോധമായി നമ്മെ നിന്ദിക്കുന്ന ശത്രുവിനെ പോലും, നമുക്ക് വിരോധമായി അതേ പലവിധമായ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്ന എല്ലാ ശക്തികളെ പോലും ഇല്ലായ്മ ചെയ്യുവാൻ കഴിവുള്ള കർത്താവ് നമ്മുടെ മുൻപിലുണ്ട്. വിശ്വാസത്തോടെ വേണ്ട സ്തോത്രം ചെയ്യാം.
നന്മയ്ക്ക് മാത്രമല്ല സ്തുതിച്ചത്, തിന്മയ്ക്കും സ്തുതിച്ചു. നാം കേട്ട് കഴിഞ്ഞു. എന്നാൽ ഒന്നുകൂടെ ചിന്തിച്ചു നോക്കണം. നന്മ വന്നപ്പോൾ നന്മയുടെ നേരത്ത് അവൻ സന്തോഷിച്ചു. തിന്മ വന്നു, കഷ്ടം നേരിട്ടു. അവൻ്റെ വീടിൻ്റെ മുൻപിൽ ഒരേ ദിവസം 10 ശവപ്പെട്ടിയിൽ 10 മക്കളുടെ ശവം. ഒറ്റ ദിവസം ഒരേ വീടിൻ്റെ മുൻപിൽ 10 ശവപ്പെട്ടിയിൽ 10 ശവം വെച്ചു എന്ന് സങ്കല്പിക്കുക. ആര് സഹിക്കും? ആർക്കത് ഉൾക്കൊള്ളാൻ കഴിയും? ദൈവം ഇത് നന്മയ്ക്കായി ചെയ്തെന്ന് ആര് പറയും? എന്നാൽ ദൈവഭക്തനായ യോബിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്ക്, ദൈവം പറഞ്ഞു. അതെ, ദൈവം പറഞ്ഞു. ദൈവത്തിന്റെ വാക്കെന്താണ്? ദൈവം പറയുകയാണ്, എൻ്റെ ദാസനായ യോബ് നിങ്ങളെ പോലെ എനിക്ക് ഹിതമല്ലാത്തതൊന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് ഹിതമായ കാര്യമല്ലാതെ അവൻ്റെ വായിൽ ഒരു വാക്ക് പോലും വന്നില്ല. അവൻ്റെ ദാസന്മാര്, അവൻ്റെ സ്നേഹിതന്മാരടുക്ക ചെന്നിരുന്ന് പറഞ്ഞു, പലതും പറഞ്ഞു. നല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിലും ഈ മരിച്ചു കിടക്കുന്ന നേരത്തല്ലായിരുന്നു അത് പറയേണ്ടത്. ഇങ്ങനെ കഷ്ടതയിലായി ഏറ്റവും താഴെ അറ്റത്ത് പറ്റിയപ്പോഴല്ല ചെല്ലേണ്ടത്, തുടങ്ങിയപ്പോഴേ ചെല്ലണമായിരുന്നു. എന്നാൽ അവസാന നേരത്ത് ചെന്ന് ന്യായീകരിക്കാനും നീതീകരിക്കാനും തുടങ്ങിയപ്പോൾ നിങ്ങൾ ഭോഷത്വം പറയുന്നുവോ എന്നൊക്കെ ഇയ്യോബ് ചോദിക്കാൻ തുടങ്ങി. നോക്കണം, ഇവിടെ ഇയ്യോബ് തൻ്റെ കഷ്ടതയിൽ ഏത് കഷ്ടം വന്നിട്ടും സുഖകാലത്തു മാത്രമല്ല ദുഃഖകാലത്തും ഇയ്യോബ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് നമ്മളും അതിനാണ് ദൈവത്തെ സ്തുതിക്കാൻ പോകുന്നത്. നമുക്ക് ദൈവം കഷ്ടങ്ങൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും, വേദനയിലൂടെ കടന്നു പോകുന്നെങ്കിലും, പോരാട്ടങ്ങളും പരിശോധനകളും ഉണ്ടെങ്കിലും, അതേ നമുക്കുള്ള നന്മകൾ മുടക്കുന്നത് പോലെ നമുക്ക് തോന്നിയാലും അവിടെ സ്തുതിക്കുവാൻ യഹോവയുടെ കയ്യിൽ നിന്ന് നന്മ അനുഭവിച്ച നാം അവിടുത്തെ കയ്യിൽ നിന്ന് തിന്മയും അനുഭവിച്ചുകൂടെയോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാം ദൈവം നന്മയ്ക്കായി ചെയ്തിരിക്കുന്നു. നമുക്ക് എല്ലാം നന്മയ്ക്കായി മാത്രം ചെയ്യുന്നു എന്ന് വിശ്വസിച്ച് അത് വിശ്വാസത്തോടെ പ്രായോഗിക തലത്തിൽ എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് കൃപ തരുന്നതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.
ശക്തിയാൽ ഹല്ലേലൂയ ഹല്ലേലൂയ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാൽ ഹല്ലേലൂയ 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 ആമേൻ 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 ഹല്ലേലൂയ മരണത്തിന്റെ വിഷം ഉള്ളിനെ ജയിക്കുവാൻ പാതാളത്തിന്റെ അധികാരത്തെ കീഴ്പ്പെടുത്തുവാൻ ഹല്ലേലൂയ 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 സാത്താന്റെ സകല ശക്തി ചവിട്ടി കളയുവാൻ ആമേൻ 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 ഹല്ലേലൂയ ഓ റബലബലബഹരി ഓരബകദബകതുര ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാ പോരാട്ട ശക്തികളോടും എതിർത്ത് നിന്ന് പോരാടി ജയമെടുക്കുവാൻ ആമേൻ ഹല്ലേലൂയ സബദബകതുര ഹല്ലേലൂയ ദിവരബലശരബകതുര ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ 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 ബലഹീനതകൾ മാറട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, ശത്രുവിന്റെ തന്ത്രങ്ങൾ എല്ലാം പരാജയപ്പെടട്ടെ, കലക്കമുള്ള മനസ്സുകളിൽ കലക്കം മാറട്ടെ, അസമാധാനം അസ്വസ്ഥത കൊണ്ട് വേദനപ്പെടുന്ന ഹൃദയങ്ങൾ സമാധാനത്താൽ നിറയട്ടെ. ആമേൻ ആമേൻ. യഹോവ തന്നെ ദൈവമെന്ന് തെളിയിക്കുവാൻ ആകാശത്തെ തുറന്ന് തീയിറക്കിയ ഏലിയാവിന്റെ ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യേ ഇത് അഗ്നി ജ്വാലയിൽ ഇറങ്ങി വരികയാണ്. ആമേൻ 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 ആമേൻ. ശത്രുവിന്റെ കൂട്ടങ്ങൾ തകരട്ടെ. ഹല്ലേലൂയ 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 ആമേൻ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വരണ്ടുപോയ നിലത്തെ പുഷ്ടിയുള്ളതാക്കുവാൻ പ്രാർത്ഥിച്ച ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് അതേ മഞ്ഞും മഴയും പെയ്യിച്ച ഏലിയാവിന്റെ ദൈവം ഇതാ ഇന്ന് രാത്രി നമ്മുടെ മധ്യേ ഉണ്ട്. അത്ഭുതങ്ങളുടെ ദൈവം നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവമൈതലേ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ളവൻ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവമിതാ ഉത്തരം നൽകുവാൻ പോകുന്നു. നമുക്ക് വേണ്ടി ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറക്കുവാൻ പോകുന്നു. വരണ്ടുപോയ നിന്റെ ജീവിതത്തെ പുഷ്ടിയുള്ളതാക്കി അവൻ മാറ്റുകയാണ്. ആകാശത്തു നിന്ന് മഴ പെയ്തിറങ്ങി വരണ്ട് കിടന്ന ഭൂമി 100 മേനി വിളവുള്ളതായി മാറുകയാണ്. ദൈവമൈതലേ, നിന്റെ ആത്മാവിന്റെ വരൾച്ച മാറുകയാണ്. നിന്റെ ആത്മാവിലെ ദുഃഖങ്ങൾ മാറുകയാണ്. നീ ഇന്ന് അനുഭവിക്കുന്ന ക്ലേശങ്ങളെല്ലാം മാറുകയാണ്. ആത്മാവിന്റെ മഴ ഇന്ന് രാത്രി നിന്റെ മേൽ പെയ്തിറങ്ങുകയാണ്. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വാഗ്ദത്തം ചെയ്തവൻ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, അവൻ വാക്കുമാറാത്തവൻ. അനേക വാഗ്ദത്തങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഭയപ്പെടുന്ന ദൈവമൈതലേ, അവൻ നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുക. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. എനിക്ക് വാഗ്ദത്തം നൽകി എന്നെ കൊണ്ടുവന്നവൻ വിശ്വസ്തനാണ്. ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല, ഞാൻ ദുഃഖിക്കേണ്ട കാര്യമില്ല, കലങ്ങേണ്ടതായ ആവശ്യമില്ല. ജീവനായാലും മരണമായാലും അതെനിക്കൊരു പ്രശ്നമല്ല. നമ്മുടെ കർത്താവ് അരുളി ചെയ്തു, നീ ഭ്രമിച്ചു നോക്കേണ്ട. നിന്റെ മുൻപിലുള്ള ചില പ്രശ്നങ്ങളാൽ നീ ഭ്രമിച്ചു നിൽക്കുകയാണോ? നീ പലപ്പോഴും പലവിധമായ പ്രശ്നങ്ങളുടെ മുൻപിൽ പതറിപ്പോയിട്ടില്ലേ? നീ ഇന്ന് ഭ്രമിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണോ? എൻ്റെ മുൻപിലെ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരമുണ്ടാകും? എങ്ങനെ ഞാൻ അടുത്ത ചുവട് വയ്ക്കും? എൻ്റെ കാര്യങ്ങൾ ഇനി എങ്ങനെ നടക്കും എന്ന് നീ ഭ്രമിച്ചു നിൽക്കുകയാണോ? കർത്താവ് നിന്നോട് പറയുന്നു, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്റെ ദൈവമാണ്. ആമേൻ.
ചെങ്കടലിന്റെ മുൻപിൽ ഭ്രമിച്ചു നിന്ന ജനക്കൂട്ടത്തോട് ദൈവം അറിയിപ്പ് കൊടുക്കുന്നു, മുന്നോട്ട് പോയിക്കൊള്ളുക, യഹോവ അത്ഭുതം ചെയ്യുവാൻ പോകുന്നു, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ, പിന്നാലെ വരുന്ന ശത്രുവിനെ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, മുൻപിൽ കിടക്കുന്ന വലിയ സമുദ്രത്തെ കണ്ട് ഭയപ്പെടേണ്ട, നിന്റെ മുൻപിൽ യഹോവ ഇതാ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു, ആകയാൽ നീ ഉറച്ചു നിൽക്കുക, മുന്നോട്ട് നിന്റെ കാലുകളെ വയ്ക്കുക, നീ ഭ്രമിച്ചു പോകരുത്, നീ ഭ്രമിച്ചു നോക്കരുത്, ഞാൻ നിന്റെ ദൈവമാണ്, നിന്നെ നടത്തും. എത്രയെത്രയോ പ്രശ്നങ്ങളാൽ ഭ്രമിച്ച് അമ്പരന്നു പോയതായ അവസരങ്ങളില്ലേ ദൈവ പൈതലേ? നിന്റെ ഹൃദയത്തിൽ ഇന്നും അതിൻ്റെ ഭീതി നിന്നെ അലട്ടുന്നില്ലേ? പല കാര്യങ്ങൾ നിന്റെ ഹൃദയത്തിൽ അതേ നിനക്ക് വലിയ വേദന ഉണ്ടാക്കുന്നില്ലേ? നിന്റെ ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ഇന്ന് രാത്രി അത് നീ കാണുവാൻ പോകുകയാണ്. ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ നീ ഇന്ന് രാത്രി അനുഭവിക്കുവാൻ പോകുകയാണ്. അവൻ നിന്നോട് കൂടെ ഉണ്ട്. അവൻ നിന്നെ കൈവിട്ടിട്ടില്ല, അവൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, അവൻ നിന്നെ വിട്ട് മാറിക്കളയുന്നവനല്ല. ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. ഇടുക്കമായുള്ളൊരു പാതയതിൽ